ഗെയ്സ് നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു ഐറ്റമായ നല്ലൊരു മോരുമുള റെഡിയാക്കിയല്ലോ. നല്ല കുറച്ച് തൈര് ഞാൻ അടിച്ചെടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കാന്താരി, ഒരു 5-6 കാന്താരിയും ചെറുള്ളി വേണം, ഒരു കഷ്ണം ഇഞ്ചി വേണം. അതുകൂടെ ചതച്ച് നമുക്ക് ഇതിനകത്തോട്ടിടാം. അപ്പോൾ നമുക്കിതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 കാന്താരിയും ഇഞ്ചിയും ചുമന്നുള്ളി, ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ട് ചതച്ച് നമുക്ക് ഇതിനകത്തോട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ നല്ല ഐസ് വാട്ടർ, ഇത് കണ്ടോ, നല്ല ഐസ് വാട്ടറുണ്ട്, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച്. ഈ ഐസ് വാട്ടർ നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മതി. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇതിനകത്തോട്ട് നമുക്ക് ശകലം നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കല്ലുപ്പോ പൊടിയുപ്പോ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് നന്നായിട്ട് ചേർക്കുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, അപ്പം നമ്മുടെ മോര് റെഡി ആയിട്ടുണ്ട് ഓൾറെഡി. ഇനി നമുക്ക് മോരുവെള്ളത്തിൽ ഇതിനകത്തേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂണിൽ നമുക്ക് മാങ്ങാച്ചാർ, നമ്മളിട്ട് വെച്ചിരിക്കുന്ന മാങ്ങാച്ചാറുണ്ടല്ലോ, നല്ല ഫ്രഷായ മാങ്ങാച്ചാറുണ്ട്. ആ മാങ്ങാച്ചാറിലേക്ക് ഇനി നമ്മൾ ആ ഉപ്പിലിട്ട് വെച്ച നെല്ലിക്ക ഉണ്ടല്ലോ, ആ നെല്ലിക്കയുടെ ചാറ് നമുക്കൊരു 2 സ്പൂണ് നമുക്കിതിനകത്തേക്ക് ഒഴിക്കാം. പുളിയുള്ളതാണ്, അപ്പോൾ ഇച്ചിരി നല്ലപോലെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ശകലം ഒഴിക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയായി സെറ്റാക്കി നമ്മൾ വെച്ചിരിക്കുന്ന മോരുണ്ടല്ലോ, ഈ മോരും വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഹലോ ഗെയ്സ്, നമ്മുടെ മോരും വെള്ളം റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ മുകളിൽ നന്നായിട്ട് ഇഞ്ചി മുളകും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് കിടപ്പുണ്ട്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അയക്കണേ എല്ലാവരും. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പം സൈനിങ് ഓഫ്, ഗീത സാബു.